മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇന്ന് വെറൈറ്റിക്ക് മാഗി എന്താണ് മാഗി നൂഡിൽസാണ് ജുഗുണുവിന്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച് വേണമെന്നാണ് പറഞ്ഞത്. എനിക്കൊന്നും നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വാങ്ങിക്കണേ. അവൻ്റെ റിക്വസ്റ്റ് മാനിച്ച് നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ സ്ഥിരം ഉണ്ടാക്കുന്ന കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് കൂട്ടാനുണ്ടാക്കാൻ ഇന്നലത്തെ പോലെ സാമ്പാറിന് പരിപ്പില്ല, അതുകൊണ്ട് ഞാൻ കൂട്ടാൻ ഉപേക്ഷിച്ചു. പിന്നെ നാളികേരം ചിരകിയതില്ല, അല്ലെങ്കിൽ പിന്നെ മുരച്ച് കൂട്ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അതുമില്ല, അപ്പം പിന്നെ അതും ഞാൻ ഉപേക്ഷിച്ചു. അപ്പം നമ്മൾ കടലയും ചോറും കഴിച്ച് ഇന്നത്തെ ലഞ്ച് നമ്മളങ്ങനെ അവസാനിപ്പിക്കും. ജൂണിനിപ്പം നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ, നമ്മൾ ഇന്നലെ പാതിരാത്രിക്ക് അരച്ച അരിമാവുണ്ടല്ലോ, അത് ഏകദേശം പുളിച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവൻ്റെ ദോശ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് പ്ലാൻസ്. നമ്മളിപ്പോൾ അതേ മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാനത് സ്കൂൾ ടൈമിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ സംശയം, അല്ലാണ്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളി ഇടാമെന്ന് വിചാരിച്ചിട്ട് തക്കാളി ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ദോശയ്ക്കുള്ള ഉള്ളിച്ചമ്മന്തി മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഇട്ട തക്കാളിയും കൂടി അവൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ദേവനുള്ള ദോശയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാഗിയാണല്ലോ, അതും സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവനെ പറഞ്ഞു വിട്ട ശേഷം നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. കുറച്ച് വർക്കൗട്ട്സ് അല്ല, ഞാൻ എപ്പോഴും പറയണ പോലെ പ്രാക്ടീസാണ്. കുറച്ച് പ്രോപ്പർ വർക്കൗട്ടല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള പ്രാക്ടീസാണ്. അപ്പം ആ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ഓഫീസിലേക്ക് ഇറങ്ങുന്നത്. വേറെ ഒന്നുമല്ല, ഇന്നലെ ഞാൻ കയ്യിലെടുത്ത ഹോൺ ഉണ്ടല്ലോ, അത് കാരണം കൊണ്ടാണ്. ഹോണില്ല, പിന്നെ വണ്ടിക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയില്ലാത്ത കാരണം കൊണ്ട് അതെന്തായാലും താഴേക്ക് വീണതല്ലേ. അപ്പോൾ അതുകാരണം കൊണ്ട് വേണമെങ്കിൽ ഓടിക്കാം, എന്നാലും ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ച് നമ്മൾ ഒരുമിച്ചാണ് പോണത്. അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് പോകും. പിന്നെ സൂര്യചേട്ടൻ ഉച്ചയാകുമ്പോഴേക്കും വരണം, കാരണം ചുഗുന് ഉച്ചയാകുമ്പോഴേക്കും എത്തണമായിരുന്നുണ്ട്. അമ്മ ഇപ്പോൾ അവിടെ ഇല്ലാത്ത കാരണം കൊണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ വൈകിട്ട് ഊബറിന് വരാം എന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. പോവലും വരലൊക്കെ ഒരുമിച്ചാണ് കാണുമ്പോൾ. പക്ഷേ ഓഫീസിൽ ഒരു 8 മണിക്കൂർ ഇരുന്ന ശേഷമാണ് കേട്ടോ ഞാൻ തിരിച്ചെത്തിയത്. അപ്പോൾ തിരിച്ചെത്തിയപ്പോഴത്തേനും നമുക്ക് കഴിക്കാൻ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ചെത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയായിരുന്നു കേട്ടോ, അടിപൊളി മാങ്ങയാണ്. അപ്പോൾ നമ്മളതൊക്കെ ചെത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. 8 മണിക്കാണ് ക്ലാസ് ജിമ്മിൽ എനിക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വണ്ടി കേടായിട്ടിരിക്കുന്ന കാരണം കൊണ്ട് ഊബറിൽ പോവാണ് കേട്ടോ, ജിമ്മിലേക്കും പോവാണ്. ഞാൻ ട്രാൻസ്ഫോമേഴ്സിലാണ് പോണത്. അപ്പം അങ്ങനെ നമ്മുടെ വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി സൂര്യചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂര്യചേട്ടനും ചുഗനും കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും സൂര്യചേട്ടൻ പറഞ്ഞു ബാംഗ്ലൂർ ജ്യൂസിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഡിന്നർ അവിടെ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ജുഗുനുവിന് ഓൾറെഡി ഡിന്നറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം അവൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കൽ കുറവാണ്. വെച്ചാൽ കഴിക്കും, പക്ഷെ അവൻ അത്ര വലിയ കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ കഴിക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ജ്യൂസിൽ കയറിയിരിക്കുകയാണ്. ബാംഗ്ലൂർ ജ്യൂസിൽ കയറി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫ്രൂട്ട് ലസ്സി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ട് ലസ്സി, മാംഗോ ലസ്സി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പലതരം ഫ്രൂട്ട്സ് ഉള്ള ലസ്സിയാണ്. പിന്നെ അത് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജുഗുനുവിന് ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പോലെ തന്നെ വേറൊരു ഐറ്റം, എന്തോ ഒരു പോപ്കോൺ എന്നൊക്കെയാണ് പറയണത്, അത് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെജ് സാൻഡ്വിച്ചും, സൂര്യചേട്ടൻ ഒരു റോളാണ് പറഞ്ഞത്, പക്ഷേ റോൾ ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ പകരം എന്തുകൊണ്ടുവന്നു സാൻഡ്വിച്ച് തന്നെ, ചിക്കൻ സാൻഡ്വിച്ചും പറഞ്ഞു. അങ്ങനെ നമ്മളതൊക്കെ മൃഷ്ടാനം ഭോജിച്ചു. ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും. പിന്നെ അത് കഴിഞ്ഞതേ നമ്മൾ രാത്രി തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഇനിയിപ്പോൾ ഡിന്നർ പരിപാടികളൊന്നുമില്ല. ഞാൻ നേരെ ജിമ്മിൽ നിന്നാണ് പോയത്. അത് കാരണം കൊണ്ട് വന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഫുട്ബോൾ ഫീവർ ആണല്ലോ, അപ്പോൾ അത് കാരണം കൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. അതൊക്കെ കാണും. ഞാൻ അതൊന്നും കാണാൻ ഇരിക്കാറില്ല, ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.